ലഭിച്ചിട്ട് സെക്കൻഡ് പാർട്ടിന് വേണ്ടി കട്ട വെയിറ്റിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, ഭയങ്കര എക്സൈറ്റ്മെന്റ്. അടിപൊളി മൂവിയായിരുന്നു. നമുക്ക് ആ ഒരു റെബൽ സ്റ്റാർ എന്തുകൊണ്ട് പ്രഭാസിനെ പറയുന്നത് കറക്റ്റ് ആയിട്ട് അതിന് ആ മൂവിയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ആകെ കുറച്ചൊരു പ്രോബ്ലം പറയാനുള്ള ഒരു ലാഗ് ഉണ്ടായി. പിന്നെ നമുക്ക് ഒരു പ്രശാന്തിൻ്റെ ഒരു ഫുൾ ഔട്ട്കം കിട്ടിയില്ല. കാരണം നമ്മൾ KGF ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഫുൾ ഇത് കിട്ടിയില്ല. എന്നാലും ആ ഒരു ലാസ്റ്റ് ഫൈറ്റ് സീനും പൃഥ്വിരാജും പ്രഭാസിൻ്റെ ഒരു ഇതൊക്കെ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. KGF ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത് മാത്രമേ ഒരു കുഴപ്പമില്ല. KGF ആയിട്ട് നമുക്ക് ഒട്ടും കമ്പയർ ചെയ്യാം. കാരണം KGF എന്ന് പറഞ്ഞാൽ ഫുൾ മൂവി സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഒരു നമുക്ക് നമ്മളെ പിടിച്ചിരുത്തി ആ ഒരു പവറിലാണ് ആ മൂവി പോയിക്കൊണ്ടിരുന്നത്. ഇതൊരു ഇടയ്ക്കൊന്ന് ഡൗൺ ആവും, പിന്നെ പൊങ്ങും, പിന്നെ ഡൗൺ ആവും, പിന്നെ ലാസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. പാർട്ട് 2 അതിനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. പൃഥ്വിരാജ് പൊളിച്ച്. പൃഥ്വിരാജിൻ്റെ തന്നെ ലാസ്റ്റ് ഒരു ഇതുണ്ടായി ഫൈറ്റ്, അതാണ് പൃഥ്വിരാജിൻ്റെ ഫുൾ ഒരു ഔട്ട്കം നമുക്ക് കാണാൻ പറ്റിയത്. ഒരു അടിപൊളിയായിരുന്നു. ആ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നും പറയാനില്ല, ഒരു ഫൈറ്റ് ജസ്റ്റ് പൊളിയായിരുന്നു. സലാർ സിസ്മയർ ഇത് ആക്ച്വലി കാൻസാർ എന്ന ലോകത്തിൻ്റെ ബിൽഡപ്പാണ്. ഒരു വൺ ബിൽഡപ്പ് ചെയ്ത് വന്ന് ഒരു ക്ലിപ്പ് പോയിന്റ് വെച്ചിട്ട് സെക്കൻഡ് പാർട്ടിന് വേണ്ടി കട്ട വെയിറ്റിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. പടത്തെ നോക്കുകയാണെങ്കിൽ പ്രഭാസ് ആൻഡ് പൃഥ്വിരാജ് രണ്ടുപേരും പൊളിച്ചിട്ടുണ്ട്. സ്ക്രീൻ സ്പേസ് ഒബ്വിയസ്ലി പ്രഭാസിനെ കൂടും. പക്ഷേ പൃഥ്വിരാജും സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ നമ്മളൊരു രണ്ടുപേരുള്ള ഫൈറ്റൊക്കെ ഉണ്ട്, അതൊക്കെ ചുമ്മാ ഓസമായിരുന്നു. ഇതൊരു വേൾഡ് ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തത് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് നമുക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യാം. ബട്ട് തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു മൂവിയാണ്. കാരണം ഇതിൻ്റെ ആ ഒരു വേൾഡ് ബിൽഡിങ്, ആ ഒരു വാവ് ഫാക്ട്, ആ ഒരു ഇത്രയും വലിയൊരു സെറ്റ്സ് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇമ്പാക്റ്റാണ്. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് കണ്ട ആ ഒരു പടം നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് എനിക്ക് പേഴ്സണലി ആ ഒരു ബെഞ്ച് മാർക്ക് ക്രോസ് ചെയ്തില്ല. പടം മോശമാണെന്നല്ല, അടിപൊളിയാണ്. പക്ഷേ ആ ഒരു ബെഞ്ച് മാർക്ക് എനിക്ക് ക്രോസ് ചെയ്ത് തോന്നിയില്ല. ഇതിൽ തന്നെ ഒന്ന് കാണണം, എൻജോയബിൾ ആണ്. ആൻഡ് പ്രഭാസിന് ഒരു വൺ കംബാക്ക് ആയിരിക്കും. കാരണം ആഫ്റ്റർ സീൻസ് ഓഫ് ലവ് ബാഹുബലി കണ്ടതിന് ശേഷം നമുക്ക് ആ ഒരു സ്വാഗോടെ സ്ക്രീനിൽ പിന്നെ ഞാൻ കണ്ടല്ല, അതിനകത്ത് കാണാൻ പറ്റി. വെരി ഹാപ്പി ഫോർ ദാറ്റ്. അതിനകത്ത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൻ്റെ പൃഥ്വിരാജും പ്രവാസും കൂടി ഒത്തുചേരുന്ന ഒരു കോമ്പിനേഷനൊക്കെ ഒരു രക്ഷയില്ല. രോമാഞ്ചം എന്ന് പറഞ്ഞാൽ അടാറ് രോമാഞ്ചം. ഇത് തിയേറ്റർ വന്ന് തന്നെ എല്ലാവരും കാണണം. ഗംഭീരമാണ്, ഒരു രക്ഷയില്ല. നല്ല പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് പകുതി ശരി ലാഗായിരുന്നു. കുറേ ഷോർട്ടൊക്കെ വെച്ച് കുറേ ലാഗായിരുന്നു. കണ്ടിരിക്കാം. ഡിസപ്പോയിന്റാണ്. പ്രതീക്ഷിച്ച അത്ര ഒന്നുമില്ല, ഒരു ആവറേജ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ക്ലൈമാക്സ് അടിപൊളിയാണ്, പിന്നെ ഇന്റർവെൽ ഭയങ്കര കുഴപ്പമില്ല. പൃഥ്വിരാജ് അടിപൊളിയാണ്, ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയാണ്. ഒന്നും പറയാനില്ല, ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഒന്നും പറയാനില്ല, ഭയങ്കര എക്സൈറ്റ്മെന്റ്.